മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ചേട്ടാ, ഒരു കുഞ്ഞി ലിറ്റിൽ ഏഞ്ചൽ പെർഫോമൻസ് കാണാൻ ഒരു ആഗ്രഹം തോന്നില്ലേ? സത്യം ഞാൻ മനസ്സുകൊണ്ട് ഇപ്പൊ ആഗ്രഹിച്ചുള്ളൂ. അതെനിക്ക് അറിയാൻ പറ്റും. അതെ, എനിക്ക് തോന്നിയത് നമ്മുടെ വൈദേഹി കുട്ടിയാണ് എത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം വൈദേഹി ഓൺ സ്റ്റേജ്. വൈദേഹി കുട്ടി, ഇത് എന്തോ ഇത് അംബ്രല്ല പോലെ അടിപൊളിയായിരിക്കുന്നു കേട്ടോ. ഓരോ ദിവസം കഴിയുന്നതോറും ഇങ്ങനെ ഈ സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ അല്ലെ തേക്കുന്നുണ്ടോ? ഉണ്ടോ എന്തോ നാട്ടിൽ പോയിരുന്നു മോള്? എന്നിട്ട് പറയൂ വിശേഷങ്ങള്. നാട്ടിൽ പോയി, സ്കൂളിലൊക്കെ പോയി, എല്ലാരും പറയണമെന്ന് പറഞ്ഞു നിങ്ങളോട്. എന്താ പറഞ്ഞു? അന്വേഷണം പറയാം. അവിടെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരാ അവിടെ സ്കൂളിൽ? എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് 2 പെണ്ണ് 2 ആണ്. നമ്മള് ചോദിക്കാൻ അറിയാവുന്നുണ്ട്. 2 പെണ്ണ് 2 ആണ്. അവരുടെ പേരോ? ഒന്ന് മാനവി അവനിക, പിന്നെ ആണ് അജലി ഷാറൂഖ്. പക്ഷെ ഇവിടെ ഒരാള് ഞെട്ടി, ഷാരൂഖ് എന്ന് കേട്ടപ്പോ. മക്കൾ ഏത് പാട്ടാ പാടുന്നേ? ഞാൻ പാടാൻ പോകുന്ന പാട്ട് എംജങ്കിളെ ആന കൊടുത്താലും ആശ കൊടുക്കാമോ എംജങ്കിളെ. അതാണ് എന്നെ അവിടെ ഇരുന്നോട്ട് ഇങ്ങനെ കാണിച്ചത്. ആണോ? കുറച്ച് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഉണ്ടല്ലോ ഇങ്ങനെ കാണിച്ചു തരാം. തന്നില്ല. ഞങ്ങൾക്ക് മോശമായി പോയി. അല്ല, റിമി ചേച്ചി ഷൂ തന്നില്ല. എത്ര നാളായിട്ട് അതും വെച്ച് നടക്കുവാണ്. ഞാനിങ്ങനെ നടക്കുവാണ്. പിന്നെ അതൊന്നും ചീഞ്ഞു പോകാത്ത സാധനമായിട്ട് അത് അവിടെ തന്നെ ഇരിക്കും. അതാ സത്യം. ഈ പാട്ട് പാടി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഒരു ചെറിയൊരു ഹോമം കൊണ്ടുവിടുക. എന്നിട്ടൊരു ഹോമം ചെയ്ത് അതിനകത്തൊന്ന് ഞാൻ ഡ്രസ്സും വരുത്തും. ഞാൻ ഓർണമെന്റ്സ്. ആണോ? ഓർണമെന്റ്സ്. മക്കളപ്പോ ഏത് പാട്ടാ ഇപ്പൊ പാടുന്നേ? ആന കൊടുത്താലും അത് വെച്ച് പറഞ്ഞതല്ലേ, ആശ കൊടുത്താലും. അപ്പൊ ഡീറ്റെയിൽസ് എന്താ മോളെ? ഏത് സിനിമ? സിനിമ ഒരു പൈങ്കിളി കഥ. എഴുതിയത് ബിച്ചു തിരുമല സാർ. പിന്നെ സംഗീതം കൊടുത്തത് ഉമ്മർ സാർ. പിന്നെ പാടിയത് ബാലചന്ദർ മേനോൻ സാറും ശ്രീ വിദ്യാമ്മി. 1984. അപ്പം ഇങ്ങോട്ട് തകർക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പിടിവാശിക്കാരനായ മുൻകോപക്കാരനായ അഭിമാനിയായതിന്റെ എന്റെ അച്ഛൻ ദുരഭിമാനിയായതിന്റെ. ആ പിടിവാശിക്കാരനായ മുൻകോപക്കാരനായ അഭിമാനിയായതിന്റെ എന്റെ അച്ഛൻ ദുരഭിമാനിയായതിന്റെ. എന്തിനാണീ കോപം, ആരോടാണീ വേഷം? മകനല്ലേ, ഞാനും മകനല്ലേ, ചൊല്ലു.
അടിപൊളി. ആശ കൊടുക്കുന്ന പരിപാടിയില്ല, ആശ കൊടുത്താൽ അത് ചെയ്തിരിക്കും. വൈദേഹി കുട്ടി, വാക്കുകളില്ല. താങ്ക് യു. റെക്കോർഡ് എങ്ങനെയാണോ അതുപോലെ തന്നെ അതിലും മനോഹരമായിട്ട് മോള് പാടി. ആസലൈറ്റ്. താങ്ക് യു. മനസ്സിന്റെ പൂജ. പിടിവാശിക്കാരനാണോ മോടെ അച്ഛൻ? അഭിമാനിയാണോ? അമ്മയോട് ചോദിച്ചേ ആണോന്ന്. ആണോ ചേച്ചി? പിടിവാശിയല്ലാന്ന്. പിടിവാശിയില്ല അച്ഛന്. ഇടിവാശിയാണോ? വിശ്വാസിയല്ല. ആ പിന്നെ അഭിമാനിയാണ്. ആ, അഭിമാനം പണയം വെക്കാൻ ഇവിടെ ആരും നിക്കത്തില്ല. അതെങ്ങനെ മനസ്സിലായി? ചക്കര എങ്ങനെ മനസ്സിലായി അഭിമാനിയാന്ന്? എന്നെ വാങ്ങണ്ടറിയാ. മുഖം കണ്ടാ തന്നെ അറിയാം, ഒരു അഭിമാനിയാണ്. അത് അങ്ങനെയാണ് അച്ഛൻ കണ്ടറിയാം. മോടെ അച്ഛൻ നല്ലച്ഛൻ, മോടെ അമ്മ നല്ലമ്മ അല്ലേ? മോളോട് ഇഷ്ടമല്ലേ എല്ലാവർക്കും? അല്ല, എന്തെങ്കിലും മേടിച്ചു തരാൻ പറയുമ്പം അച്ഛൻ മേടിച്ചു തരാറുണ്ടോ? അപ്പൊ പിടിവാശിക്കാരനല്ല. അല്ല അല്ല അല്ല. അപ്പൊ ഞങ്ങള് 3 പേരും കൂടെ അങ്ങോട്ട് വരിക. ആ കാരണം ഞങ്ങളിപ്പം ഇവിടെ ഹോമകുണ്ടത്തി സാധനങ്ങളൊക്കെ ഇട്ടു. ഞങ്ങളെ വെല്ലു വിളിച്ചു. സാധനം എത്തി കഴിഞ്ഞത് ഇവിടുന്ന് ഞാൻ നിങ്ങൾ കണ്ടില്ല. കണ്ടില്ല. ഇത് ചെയ്തോണ്ടിരുന്നപ്പോ റെമി ഞങ്ങൾ അറിയുന്നില്ലേ ഈ ഹോമം ഞാൻ ഇവിടുന്ന് മറ്റേ ഇങ്ങനെ ഇതിട്ടിട്ട് മന്ത്രം മന്ത്രം. മോക്ക് അങ്ങനെ പിടിവാശിയുണ്ടോ? ഇന്ന സാധനം തന്നെ വേണമെന്നുണ്ടോ? ഇല്ല അതന്നെ വേണമെന്നൊന്ന്. അങ്ങനെയൊന്നുമില്ല, സാധനം കിട്ടിയാൽ മതി. ചിരിചിലമ്പും ചിലങ്കയോ പല ശലഭമോ മനസ്സിൽ കള്ളക്കള്ളം കള്ളമളകിലൊന്നും കവിതയോ കിളിമൊഴികളോ മനസ്സിൽ നിഴലുലാവുകയോ നെഞ്ചിൻ നിഴകൾ പാവുകയോ പവിഴമാവുകയോ പാട്ടിൻ പുഴകളൊഴുകുകയോ പുലരി വിരിയും കനകവനിയിൽ എങ്ങനെ ഇരിക്കണു? നല്ലുണ്ട്. ഒരു കുരുന്നു മനസ്സിലെ വെണ്ണയുരുകും വേനൽ വാൽ അതോ ഹോമം കൊണ്ടെത്തിന്നാ? ഹോമം കൊണ്ടെത്തിന്നാ? അതെ അതെ അതെ. ആണോ? അതിന് അതൊക്കെ ഞങ്ങള് ഒന്നിച്ച് ചേർന്ന് മേടിച്ച സംഭവം. ഇതെങ്ങനെ ഇങ്ങനെ? ചുമ്മാ വളയം മാല ഇടാണ്ടിരിക്കാൻ പറ്റുമോ? എന്തായിരുന്നു? ഡയമണ്ട് മാലയും കൂടെ ഒക്കെ ഓ, ചേരുമ്പോ ആ, ഇത് കണ്ടോ? നോക്കങ്ങോട്ട് എന്റെ എന്തോ ദൈവമേ. ഒരാൾക്ക് എല്ലാം എടുത്ത് വെച്ച പോലെ അതെ അതെ അതെ. ഇനിയും വരുന്നുണ്ട് ഇതാ. ഷൂവിന്റെ കുറവല്ലേ? അത് മധുചേട്ടൻ വാശിയാണ്. അതിനാ പോയി അത് ഞാനേ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര വാശി. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. ശോശം ഒന്ന് ഇടയ്ക്ക് പറയാം. അതെ, ആ. ശ്ശോ. മക്കളെ ഒക്കെയാണോ ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടപ്പെട്ടു. വാക്ക് കൊടുത്താലും ആശ കൊടുത്താലും കിളിയെ വാക്ക് കൊടുക്കാം. ആ, ഇനി വാക്ക് അങ്ങനെ കൊടുത്താലും ചോദിക്കോ? വാക്ക് കൊടുത്താൽ കിളിയെ ഗിഫ്റ്റ് കൊടുക്കാമോ? അതെ. ഹാപ്പി അല്ലേ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.